ഇപ്പോൾ ഈ സിദ്ദിഖിൻ്റെ വീടിൻ്റെ പരിസരത്ത് പോയി ക്യാമറ തൂക്കി നിൽക്കുക. സിദ്ദിഖിൻ്റെ മോൻ അങ്ങോട്ട് പോയി, സിദ്ദിഖിൻ്റെ മോൻ ഇങ്ങോട്ട് വന്നു, സിദ്ദിഖിൻ്റെ മോൾ അവിടെ ഇരിപ്പുണ്ട്, സിദ്ദിഖിൻ്റെ വീട്ടിൽ കാർ ഇറങ്ങിപ്പോയി. ഇതൊന്നും വാർത്തക്കാർക്ക് ഒരു പണിയൊന്നുമില്ലേ? എടാ, അയാൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ പറയാൻ ഒരു ആവശ്യമില്ല. ഇതൊരു വല്ലാത്ത ഇടപാട് തന്നെ കേട്ടോ. അതെന്നെ പണിയാ? എന്നാൽ പിന്നെ നിങ്ങൾ വേറെ വല്ലയിടത്തൊക്കെ പോയി തപ്പ്. സിദ്ദിഖ് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ തപ്പി നടക്കും. വല്ല പാലത്തിനടിയിലോ റെയിൽവേ സ്റ്റേഷൻ അണ്ടർ റെയിൽവേ ബ്രിഡ്ജൊക്കെ പോയി നോക്കുക. എന്നിട്ട് ഇവിടെ സിദ്ദിഖ് ഉണ്ടെന്ന് തോന്നി അതുകൊണ്ട് വന്നതെന്നൊക്കെ പറ. ഇതിലും ഭേദം ആ ചെറുക്കനെയൊക്കെ വെറുതെ വിടണം. അവർ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒന്നും പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അവർ ശരിയാ, ഇതൊക്കെ വക്കീലിനെ കാണാം, പിന്നെ സിദ്ദിഖിൻ്റെ മോനല്ല, പിന്നെ സിദ്ദിഖിൻ്റെ അപ്പൻ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അവൻ പോണ്ടിയൊക്കെ വരും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഈ സിദ്ദിഖിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ എന്ത് ആവശ്യമാണെന്ന് മനസ്സിലാകുന്നില്ല. വെറുതെ ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോൾ കുറ്റവാളിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീടല്ലേ. ഇനിയിപ്പോൾ ഓക്കെ, അങ്ങനെ ഒരു വിധി വന്നാൽ പോലും അയാളുടെ മക്കളെയും ബാക്കിയുള്ളവരൊന്നും പുറകെ നടക്കേണ്ട ഒരു ആവശ്യവും ഞാൻ കാണുന്നില്ല ഇവിടെ. അത് ശരിയായ നടപടിയല്ല. അവർ മീഡിയയിലോട്ട് വരുവാണെങ്കിൽ വരട്ടെ, അല്ലാതെ മീഡിയ അവരുടെ അടുത്ത് പോകരുത്. പോലീസാണെങ്കിലും അന്വേഷണം ചോദ്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ഇപ്പോൾ അത്രയൊക്കെ ചെയ്താൽ അവരുടെ പണിയും കഴിഞ്ഞു. മനസ്സിലായോ? അതിനകത്തും ഉണ്ട് ഓരോ രീതികളൊക്കെ ഉണ്ട്, മര്യാദയുണ്ട്. ഇത് അതിൻ്റെ വാതൊക്കെ പോയി എന്ത് പാടേ, നാണക്കേട്.